ഉണ്ടായിരുന്നത്. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോ എന്ത് തോന്നി? ചെയ്ത പോലൊക്കെ പ്രതീക്ഷിച്ച പോലൊക്കെ വന്നിട്ടുണ്ടോ അതോ എങ്ങനെയാണ്? ഞാനിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, കണ്ടപ്പോൾ ഹാപ്പിയായിരുന്നു. ഓക്കെ. പിന്നെ ഈ ഔട്ട്ഫിറ്റ് എന്തായാലും എടുത്ത് ഒന്നുകൂടെ പറയണം. ഇത് കിടില ഔട്ട്ഫിറ്റ് ആണല്ലോ. മീനൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്, ചെറുതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ആവുന്നൊക്കെ തോന്നുന്നൊക്കെ കാണുന്ന മിക്സ് ചെയ്യാൻ ഇഷ്ടമാണ്. നിങ്ങൾ നേരത്തെ പറയായിരുന്നു നീ വക്കീലായിരുന്നു അന്ന്. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്ത് പ്രതീക്ഷിച്ച് വരണം? അടിനാശം വെള്ളപ്പൊക്കം അപ്പൊ എനിക്ക് ലോജിക്കിലൊക്കെ ചിന്തിക്കാതെ ചെയ്യാൻ പറ്റും, സ്പെസിഫിക്കായിട്ടൊന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ വെക്കേഷനൊക്കെയാണ്, വെക്കേഷനൊക്കെ ആവാറായി. അപ്പം എല്ലാവരുടെയും പിള്ളേരെയൊക്കെ കൂട്ടി അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും സിനിമ കണ്ടവരെല്ലാം ക്ലൈമാക്സിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. ക്ലൈമാക്സിൽ പ്രിയദർശൻ സാറിന്റെ ഒക്കെ പടങ്ങളിൽ കണ്ടുവന്നിരുന്ന പോലെ ഒരു ഭയങ്കര ഒരു ഫൺ പാക്കേജഡ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു. ഡയറക്ടർ ഒരു പ്രിയദർശൻ ഫാനാണ്. അപ്പൊ ആള് ഭയങ്കരമായിട്ട് പ്രിയദർശൻ സാറിന്റെ പടങ്ങളായിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആണ്. പിന്നെ രസമുണ്ട്. ആന, അതെന്റെ വിഷമം. ആനയുടെ കൂടെ എനിക്കൊന്ന് നന്ദിക്കാൻ പറ്റിയില്ല. ആനപ്പുറത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പം ഇനി വേറെ സിനിമകൾ ഇനി ഏതൊക്കെയാണ് വരാനുള്ളത്? എന്തൊക്കെയാണ് ഇനി വരുമ്പോ? അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനി ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് ചെയ്യാൻ സാധിക്കേണ്ട ഒരുപാട് സിനിമകൾ.